ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ സൂഖ് വക്കീഫ് ഇവിടെ ഒരു ഫേമസ് മാർക്കറ്റാണ്. അതായത് ഖത്തറിലെ ഒരു ഫേമസ് മാർക്കറ്റാണ് സൂഖ് വക്കീഫ് എന്നാണ്. അവിടെ ഒരു ഡേറ്റ് ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നു. അതായത് ഈത്തപ്പഴത്തിൻ്റെ പല പല വെറൈറ്റീസ് ഈത്തപ്പഴം നമുക്ക് അവിടെ നിന്ന് എന്താ പറയുക വാങ്ങാൻ പറ്റും. അങ്ങനത്തെ ഒരു ഫെസ്റ്റിവലായിരുന്നു അത്. നമ്മളവിടെ ജസ്റ്റ് ഒന്ന് അവിടെ കയറിയിട്ടുണ്ടായിരുന്നു. നമുക്ക് അറിയില്ലായിരുന്നു ആദ്യം ഇത് ഇവിടെ ഡേറ്റ് ഫെസ്റ്റിവലാണ് നടക്കുന്നുണ്ടെന്നൊന്നും അറിയില്ല. അപ്പോൾ പിന്നെ ജസ്റ്റ് ഒരു ബോർഡ് കണ്ടേരം നമ്മൾ അങ്ങോട്ട് കയറി നോക്കുമ്പോൾ പല പല കൺട്രികളുടെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഉള്ള ഈത്തപ്പഴം, പല പല റേറ്റും ഓരോ ഈത്തപ്പഴത്തിൻ്റെ ക്വാളിറ്റി അനുസരിച്ചിട്ട് മാറ്റമുള്ള ഈത്തപ്പഴമായിരുന്നു. അങ്ങനെ നമ്മളതെല്ലാം ഒന്നിങ്ങനെ കാണാൻ പോവുക. ഓരോ സ്റ്റാളുകളാണ്, സൗത്തിൻ്റെ, യമൻ്റെ, പിന്നെ അങ്ങനെ പല പല കൺട്രികളുടെ സ്റ്റാളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. റേറ്റെല്ലാം അത്യാവശ്യം ചില കടയിലൊക്കെ നല്ല കുറവുണ്ട്. പിന്നെ അതിൻ്റെ ഡേറ്റ്സ് മാത്രമല്ല, അതിൻ്റെ പല ഉൽപ്പന്നങ്ങളും അവരുണ്ടാക്കുന്നുണ്ട്. ഡേറ്റ്സിൻ്റെ സിറപ്പ്, പിന്നെ എന്തെല്ലാം ഒരു ബിസ്ക്കറ്റ് പോലെ എല്ലായിട്ട് അതിൻ്റെ ഉള്ളിലെല്ലാം ഡേറ്റ്സ് സ്റ്റഫ് ചെയ്തിട്ടും അങ്ങനെ പല പല വെറൈറ്റീസ്. പിന്നെ ഈവൺ നമ്മൾ എന്താ പറയുക, നമ്മൾ സ്കിന്നിൽ ഉപയോഗിക്കുന്ന ലിപ് ബാം, ലിപ്സിൽ ഉപയോഗിക്കുന്ന ലിപ് ബാം, പിന്നെ സ്കിന്നിൻ്റെ കുറേ പ്രൊഡക്റ്റുകൾ, ഈവൺ മോയ്സ്ചറൈസർ വരെ അവിടെ അവർ ഈ ഡേറ്റ്സ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ പല പലതും കാണേണ്ട തന്നെ. എല്ലാവരും ഒന്ന് എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു ചാൻസ് ഒക്കെ കിട്ടുകയാണെങ്കിൽ ഇങ്ങനത്തെ ഫെസ്റ്റിവലെല്ലാം ഒന്ന് പോയിട്ട് കാണണം കേട്ടോ. നമ്മളിത് അറിഞ്ഞിട്ടില്ലേ, ഒരു ചാൻസ് ആയിട്ട് നമുക്കിവിടെ കിട്ടിയതാണ്. നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കയറി കുറച്ച് ഈത്തപ്പഴം നമ്മൾ വാങ്ങി, ഏറ്റവും കുറച്ച് നല്ല ക്വാളിറ്റി നോക്കിയിട്ട്. നമുക്ക് ഒരുപാടൊന്നും വാങ്ങാൻ ഒന്നും ചെയ്തിട്ടില്ല, കുറച്ച് മാത്രം നമ്മൾ വാങ്ങി അവിടുന്ന്. പിന്നെ ഡേറ്റ് സിറപ്പും നല്ല ക്വാളിറ്റിയാന്ന് തോന്നി. പിന്നെ നമുക്ക് ഞാനും എൻ്റെ ഫ്രണ്ടും വാങ്ങിയോണ്ട് തന്നെ 2 എണ്ണത്തിന് വില കുറച്ചതുകൊണ്ട് നമ്മൾ 2 എണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ എന്തായാലും നിങ്ങൾ എപ്പോഴെങ്കിലും ഇങ്ങനെയൊക്കെ ഫെസ്റ്റിവൽ ഉള്ളേരം ഒന്ന് പോയി കാണാം. ഇതൊക്കെ എന്താ പറയുക, നല്ലൊരു അനുഭവമായിരുന്നു എനിക്ക്. പല പല ഡേറ്റ്സ് ഞാനെന്നെ ആദ്യമായിട്ടാണ്, പല ചെറുത് വലുത് എന്താ പറയേണ്ടത്, പല ടേസ്റ്റും നല്ല വ്യത്യാസം. ഞാൻ വിചാരിക്കുന്നത് ഡേറ്റ്സിൽ എന്താ ടേസ്റ്റിന് ഇത്ര വ്യത്യാസം, പക്ഷേ നല്ല ഓരോ എന്താ പറയുക ക്വാളിറ്റി അനുസരിച്ചിട്ട് തന്നെ ഡേറ്റ്സിന് നല്ല വ്യത്യാസമുണ്ട്. പിന്നെ അതിൻ്റെ പല സിറപ്പുകളും, പിന്നെ അതിനെ കൊണ്ടുണ്ടാക്കിയ ബിസ്ക്കറ്റുകൾ, അതെല്ലാം അവർ ടേസ്റ്റ് ചെയ്യാനും തരുന്നുണ്ട്. നമ്മളതൊക്കെ ടേസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ വാങ്ങുന്നത്. അതൊക്കെ നല്ല ടേസ്റ്റുണ്ട്. അഫോർഡബിൾ പ്രൈസുമാണ്. നമുക്ക് എന്താ വെച്ചാൽ കുറച്ച് ക്വാണ്ടിറ്റി നമ്മൾ അനുസരിച്ചുള്ള ക്വാണ്ടിറ്റി നമ്മൾ വാങ്ങിയാലും മതി. അങ്ങനെ അടിപൊളിയായിരുന്നു. നമ്മളവിടെ സൂഖ് വക്കീഫിൽ അധികം നമ്മൾ ഈ നിൽക്കുന്ന എന്താ പറയുക, നമ്മളെ അക്കോമഡേഷൻ്റെ കുറച്ച് അടുത്ത് തന്നെ, നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. അപ്പോൾ നമ്മളധികം ഇങ്ങനെ ബോറടിക്കുമ്പോഴല്ല നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് അവിടെ എല്ലാം ഒന്ന് കറങ്ങി വരും. അപ്പോഴാണ് അറിയുന്നത് അവിടെ ഡേറ്റ്സിൻ്റെ ഫെസ്റ്റിവൽ ഉണ്ട്. പിന്നെ നമുക്ക് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ റമദാനും കൂടി സീസൺ ആവാനായല്ലോ. അതുകൊണ്ട് നമ്മൾ ശേഷം ഒന്ന് അവിടെ നിന്ന് കുറച്ച് ഡേറ്റ്സ് എല്ലാം വാങ്ങി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫാസ്റ്റിംഗ് സമയത്ത് നല്ല ഹെൽപ്ഫുള്ളാണ്. ഡേറ്റ്സിലാണെങ്കിൽ ഒരുപാട് എന്താ പറയുക, നല്ല ന്യൂട്രിയൻസും സംഭവങ്ങളെല്ലാം ഉള്ളതല്ലേ, എല്ലാവർക്കും നല്ലതാണ്. ബ്ലഡ് കൂട്ടാനും എല്ലാം നല്ലതാണല്ലോ. അതുകൊണ്ട് നമ്മൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് വാങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത്ര അഫോർഡബിൾ റേറ്റിലൊന്നും നമുക്ക് പുറത്തുള്ള സൂപ്പർ മാർക്കറ്റൊന്നും ചിലപ്പോൾ അവൈലബിൾ ആവില്ല. കാരണം ഇത് ഫെസ്റ്റിവൽ ആയതുകൊണ്ട് അവർ അത്യാവശ്യം കുറച്ച് റേറ്റെല്ലാം കുറച്ച് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ കുറച്ച് ബാർഗെയിനിങ് എല്ലാം ചെയ്ത് കുറച്ചവിടെ വാങ്ങി വെച്ചിട്ടുണ്ട് എന്തായാലും. പിന്നെ നമ്മൾ സിറപ്പും വാങ്ങി വെച്ചിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ പാലിലോ പിന്നെ ഇതിലെല്ലാം കലക്കിയിട്ട് ഉപയോഗിക്കാവുന്നതാണല്ലോ. പിന്നെ ഈ ഡേറ്റ്സ് എല്ലാം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹെൽത്തിന് അത്ര ഇമ്പോർട്ടൻ്റ് ഉള്ള സാധനമാണ്. എല്ലാവരും യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതുകൊണ്ട് തന്നെ അതെല്ലാം വാങ്ങി നമ്മൾ കുറച്ച് നേരം അവിടെയൊക്കെ ഒന്ന് സൂഖ് വക്കീഫിൽ. പിന്നെയും കുറേ കാര്യങ്ങൾ കാണാനുണ്ട് അവിടെ. ഹാൻഡിക്രാഫ്റ്റഡ് ഐറ്റംസ് ഒരുപാടുണ്ട്. എല്ലാവരും ഖത്തറിൽ വന്നിട്ടുണ്ട് എന്തായാലും ഈ സൂഖ് വക്കീഫ് എന്നുള്ള പ്ലേസ് വന്ന് കാണുക. അവിടെ ഹാൻഡിക്രാഫ്റ്റഡ് ഐറ്റംസ് നമ്മൾ കാണാത്ത എത്രയോ, പിന്നെ കോക്കറി ഐറ്റംസ് ഉണ്ട്. പിന്നെ അവിടുത്തെ എന്താ പറയുക, അവിടെ പേളിൻ്റെ എല്ലാം സെൻറ്റേഴ്സ് ഉണ്ട്. ഇവിടെ ഖത്തറിൻ്റെ മെയിൻ ഫേമസ് പേൾസ് ആയിരുന്നു. ഫസ്റ്റ് ഇവരുടെ എന്താ പറയുക, പണ്ടത്തെ ആൾക്കാരാണ് പേൾ വിറ്റിട്ടായിരുന്നു പോലും ഇവരുടെ ഇതെല്ലാം ഉപജീവനം കണ്ടിരുന്നത്, അങ്ങനെയെല്ലാം പറയപ്പെടുന്നു. അങ്ങനെയെല്ലാം ചെറിയ വായിച്ചിട്ടുള്ള ചെറിയ അറിവുണ്ട്. അപ്പം ഒറിജിനൽ പേൾസ്, പിന്നെ ഞാൻ തോന്നുന്നു പിന്നെ വേറെ ഏതോ കൺട്രി അത് ഏറ്റെടുത്ത് ആർട്ടിഫിഷ്യൽ പേൾസ് ഉണ്ടാക്കി കഴിഞ്ഞാലാണ് ഇവരുടെ ഇതെല്ലാം കുറഞ്ഞിട്ടുള്ളത്. ഇവരുടെ എന്താ പറയുക കച്ചവടം എല്ലാം കുറഞ്ഞത് കേട്ടിട്ടുള്ളത്. എനിക്ക് ശരിക്കും അറിയുന്നില്ല, അതുകൊണ്ട് ഞാൻ ശരിക്കും പറയുന്നില്ല. ഓക്കെ, അങ്ങനെയുള്ള വായിച്ചതിൽ ഇവിടെല്ലോ അറിയാം. പിന്നെ ഒരുപാട് വെറൈറ്റി ഡേറ്റ്സ് ആണുള്ളത്. എല്ലാവരും ഒന്ന് എന്തായാലും
പിന്നെ സൂക്ക് വക്കീഫ്, നിങ്ങൾ ഖത്തറിൽ വന്നു കഴിഞ്ഞാൽ സൂക്ക് വക്കീഫ് കാണാതെ പോകാതെ. പിന്നെ അവിടെ കുറേ റെസ്റ്റോറൻറ്റ്സും ഉണ്ട്. റെസ്റ്റോറൻറ്റ്സ് എല്ലാം അഫോർഡബിൾ റേറ്റിൽ നമുക്ക് നോക്കിയിട്ട് ചൂസ് ചെയ്തിട്ട് നമുക്ക് വേണ്ടുന്ന ഫുഡെല്ലാം അവിടെ കിട്ടും. നോൺ വെജിറ്റേറിയൻ, വെജിറ്റേറിയൻ എല്ലാ ഫുഡും അവിടെ അവൈലബിൾ ആണ്. എല്ലാവരും സൂക്ക് വക്കീഫ് കാണുക. കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒരു കമൻറ്റ് ഇടുക. ഓക്കെ, അധികം ആൾക്കാരും എല്ലാവരും ഇവിടെ എന്താ പറയുക, ഖത്തറിൽ വന്നവരെല്ലാം സൂക്ക് വക്കീഫ് കാണാണ്ട് പോകില്ല. കാരണം അവിടെ ഒരുപാട് നമുക്ക് വാങ്ങാനുള്ള പിന്നെ സുഗന്ധദ്രവ്യങ്ങൾ എന്താ പറയുക, സ്പൈസസ് ഒരുപാടുണ്ട്. പിന്നെ അവിടെ മെഹന്തി ഇട്ട് കൊടുക്കുന്ന കുറച്ച് പെണ്ണുങ്ങന്മാരൊക്കെ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ മെഹന്തി വേണമെങ്കിൽ അവിടെ നിന്ന് ഇടാം, ഒക്കെ ചെയ്യാം. നല്ലൊരു അനുഭവമായിരുന്നു. ഞാനും എൻ്റെ 2 ചങ്ങായിമാർ കൂടിയിട്ടാണ് ഇവിടെ എല്ലാം വന്നൊന്ന് ജസ്റ്റ് കണ്ട് നമ്മൾ സൂക്ക് വക്കീഫ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വന്ന്. അപ്പം ഇങ്ങനെയെല്ലാം കണ്ട് അടിപൊളിയായിരുന്നു. അപ്പം എല്ലാവരും പിന്നെ ഇവിടെ എല്ലാം വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. പിന്നെ ഇങ്ങനെ ഇവരിങ്ങനെ പിന്നെ ഓരോ സീസൺ അനുസരിച്ച് സ്റ്റോളിങ്ങനെ മാറ്റി ഇടുന്നുണ്ട് തോന്നുന്നു. പിന്നെ അന്ന് വേറെ എന്തിൻ്റെ ഒരു സ്റ്റോളായിരുന്നു, ഇപ്പോൾ ഡേറ്റ്സിൻ്റെ അങ്ങനെ ഫെസ്റ്റിവൽ എന്താ പറയുക, ഇവരെ ഇതനുസരിച്ചിട്ട് അവരിങ്ങനെ സ്റ്റോൾ മാറ്റി ഇടുന്നുണ്ട്. ഓക്കെ, പിന്നെ അങ്ങനെ എല്ലാവരും ഒന്ന് വരിക, കാണുക. അപ്പം അത്രയേ ഉള്ളൂ. എൻ്റെ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. പിന്നെ വേറൊരു സ്ഥലമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ഇങ്ങനെ എന്താ പറയുക, പുതിയ സ്ഥലങ്ങളെല്ലാം നമുക്ക് കാണാൻ ഇഷ്ടമാണ്, മറ്റുള്ളവരെ കാണിക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കാണുക, സപ്പോർട്ട് ചെയ്യുക, പിന്നെ വേറെന്താ സബ്സ്ക്രൈബും ചെയ്യുക. ഓക്കെ, അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. പിന്നെ വേറൊന്നുമില്ല, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. താങ്ക് യു.